രക്തസാക്ഷി ആരാണ്? ഈ ഉമ്മത്തിലെ ആദ്യം ഷഹീദായ ആളാരാണ്? അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്ത് തുടങ്ങിയ കാലം, മക്കയിൽ പ്രയാസങ്ങൾ ഏറെയുള്ള കാലം, തങ്ങൾ ഇങ്ങനെ ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ ഖുറൈശി പ്രമുഖനായ അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, അബൂ ജഹലിന്റെ നേതൃത്വത്തിൽ കുറെ ആളുകൾ അതാ ഒരു കുടുംബത്തെ കെട്ടിയിട്ട് അടിക്കുകയാണ്. ചുട്ടുപൊള്ളുന്ന വെയില്, ഗൾഫ് പോയവർക്കെല്ലാം അറിയാലോ ഗൾഫിന്റെ ചൂട്. ആ ചൂടുള്ള സമയത്ത് ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ കിടത്തിയിട്ട് കൈകാലുകൾ ബന്ധിച്ചിട്ട് ചാട്ടവാത് കൊണ്ട് അടിക്കുകയാണ്. ആരെയാണ് അടിക്കുന്നത്? മഹാനായ യാസർ റളിയല്ലാഹു അൻഹുവിനെയാണ്. അവിടുത്തെ ഭാര്യ സുമയ്യ ബീവിയെയാണ്. അവരുടെ മകൻ അമ്മാർ ഇബ്നു യാസർ റളിയല്ലാഹു അൻഹുവിനെയാണ്. മൂന്നാളുകളെയും അടിക്കുന്നത് എന്തിനാണ്? തൊഴിലെടുക്കാൻ മടിച്ചത് കൊണ്ടല്ല, രക്ഷിതാവിനോടുള്ള ഉടമസ്ഥനോടുള്ള ഉത്തരവാദിത്ത നിർവഹണത്തിൽ വീഴ്ച വരുത്തിയത് കൊണ്ടല്ല. പിന്നെന്താണ് അവരടികൊള്ളാനുള്ള കാരണം? അവരെ കൽവിന്റെ ഉള്ളിൽ ഈമാൻ എന്ന പ്രകാശം അല്ലാഹു കത്തിച്ചു വെച്ചിട്ടുണ്ട്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അദമ്യമായ അനുരാഗം അവരെ കൽവിന്റെ ഉള്ളിൽ രൂഢമൂലമായിട്ടുണ്ട്. അതൊന്ന് മാറാൻ പറഞ്ഞിട്ടാണ് ഈ ആക്രമിക്കുന്നത് കേട്ടോ. അതിനു വേണ്ടിയാണ് ഈ അടിക്കുന്നത്. ഈ ഇലാഹി വിശ്വാസത്തൊന്ന് മാറണോന്നാ പറയുന്നത്, ആരാധനയിലേക്ക് മാറണോന്നാ പറഞ്ഞിട്ട് അടിക്കുന്നത്. അങ്ങനെ അടിക്കുന്ന സമയത്താണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലവെട്ടം ദൂരെ നിന്ന് കാണുന്നത്. അന്ത ശംസുൻ അന്ത ബദ്റുൻ അന്ത നൂറുൻ ഫൗക നൂർ അന്ത ഇക്സീറുൻ വഗാലിം അന്ത മിസ്ബാഹു സുദൂർ. സൂര്യനും ചന്ദ്രനും തോറ്റുപോകുന്ന പ്രകാശമുള്ള മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ ദൂരത്തുനിന്ന് കാണുകയാണ് ഈ പ്രയാസം അനുഭവിക്കുന്നവര്. അവരൊരു ടീമിന്റെ അടിമകളും കൂടിയാണ്. അപ്പൊ പിന്നെ പ്രയാസം പറയേണ്ടതില്ലല്ലോ. അവര് പ്രതീക്ഷയോടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. തങ്ങൾക്ക് പോയി ഇടപെടാൻ പറ്റുന്ന ഭൗതിക സാഹചര്യം അപ്പോൾ ഇല്ല. ഉടനെ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് യാസിറിന്റെ കുടുംബത്തെ വിളിച്ചിട്ട് പറയുന്ന സ്വബറൻ അല യാസിർ, സ്വബറൻ അല യാസിർ, സ്വബറൻ അല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന. യാസിറിന്റെ കുടുംബമേ ക്ഷമിക്കണേ, 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 സ്വർഗം പണി കഴിക്കപ്പെടുന്നുണ്ട്. നിങ്ങളെ മടക്ക സ്ഥലം സ്വർഗമാണ്. നിങ്ങൾ ക്ഷമിച്ചോളൂ, അല്ലാഹു സ്വർഗം തരുന്നതാ. ഈ പറയപ്പെട്ട സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹാ, സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹാ, സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹേ അബൂ ജഹൽ അടിക്കുന്നു. തന്റെ കുന്തം കൊണ്ട് സ്വകാര്യ അവയവത്തിലേക്ക് കുത്തുന്നു. അല്ലാഹ് പച്ച മനുഷ്യനെ കുത്തി അങ്ങ് കൊല്ലുകയാണ്. ആ സമയത്ത് സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയോട് നീ ദീനൊന്ന് മാറുമോ എന്ന് അബൂ ജഹൽ ചോദിച്ചപ്പോൾ, അവന്റെ കൂടെയുള്ള കിങ്കരന്മാര് ചോദിച്ചപ്പോൾ സുമയ്യ ബീബി റളിയല്ലാഹു അൻഹ അന്ന് പറഞ്ഞത്, ഉമ്മമാരെ നമുക്ക് ആ മഹദിയെ സ്വർഗത്തിലൊന്ന് കാണേണ്ടതില്ലയോ? അന്ന് ആ മഹദി പറഞ്ഞത്, തഖ്തുലൂനി തഖ്തുലൂനി വലം അകുൻ ബിഉശ്രീക ബിർറഹ്മാനി മിൻ ഖീഫത്തിൽ ഖത്ലി. നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് ഭയപ്പെട്ടിട്ട് ഞാൻ ദീനൊന്ന് മാറൂ നിങ്ങൾ വിശ്വസിക്കണ്ട, നിങ്ങൾ അങ്ങനെ കരുതണ്ട, പ്രതീക്ഷിക്കണ്ട. നിങ്ങൾക്ക് എന്നെ കൊന്നുകളയാ, പിന്നെയും കൊല്ലാം, പിന്നെയും കൊല്ലാം, എന്റെ ആശയത്തുനിന്ന് മാറൂല. മുൻഗാമിയായ ഒരു മഹദിയുടെ കഥയാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ നാട്ടിൽ മുസ്ലിമായി ജീവിക്കുന്നില്ലയോ? നിങ്ങളെ പേരിന്റെയും സർട്ടിഫിക്കറ്റ് പൂരിപ്പിക്കുമ്പോൾ മുസ്ലിം ഇസ്ലാം എന്ന് എഴുതി കൊടുക്കുന്നില്ലയോ? ഈ ഐഡന്റിറ്റി നിങ്ങൾക്ക് നൽകിയ ഒരു മഹദിയുടെ കഥയാ ഞാൻ പറഞ്ഞത്. അല്ലാഹു ജല്ല ജലാലു അവരെ ബറക്കത്ത് കൊണ്ട് നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. നമ്മുടെ പരിശുദ്ധമായ ഇസ്ലാമില്ലേ, ഈ ദീനിന്റെ നിയമങ്ങൾ പറയുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് തോന്നണം കുറച്ച് കടുപ്പം കൂടിയിട്ടുണ്ടോ എന്ന്. ഇല്ല, ഇല്ല, കടുപ്പം കൂട്ടി പറയാൻ
കൂട്ടാൻ ഒരു മൊയിലാർക്ക് അധികാരമില്ല. ഉള്ള കടുപ്പം കുറക്കാൻ മറ്റൊരു മൊയിലാർക്ക് അധികാരമില്ല. ഉള്ളതുപോലെ പറയാനല്ലേ പറ്റൂ. അതോടെ ജീവിക്കണേ ഉമ്മമാരെ, അച്ചടക്കത്തോടെ ജീവിക്കണേ ഉമ്മമാരെ, പൂർണ്ണ ഔറത്ത് മറച്ചിട്ട് ജീവിക്കണേ ഉമ്മമാരെ. ലോകത്ത് കാണുന്ന പളവളപ്പെല്ലാം അസ്തമിച്ചുകൊണ്ട് കിടന്നു പോകുന്ന ഒരു സമയമുണ്ടെന്ന നല്ല ബോധം കൽബിലുണ്ടാകണേ ഉമ്മമാരെ. അല്ലാഹു നമുക്ക് ഖൈർ നൽകട്ടെ. ചെറുപ്പക്കാരെ, അല്ലാഹു നമുക്ക് നൽകിയ സമയം ഏറ്റവും കടുപ്പമുള്ളത് പരിശുദ്ധ